ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ രണ്ട് വളരെ നല്ല സിനിമകൾ കണ്ട് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ റോന്ത്, എൻ്റെ തീമ റോന്ത് ഓർ ദ പാട്രോൾ. ഒരു രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒരു രാത്രി നടത്തുന്നൊരു നൈറ്റ് പാട്രോളിങ്ങിനെ പറ്റിയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഷാഹി കബീറാണ് ഡയറക്ഷൻ ആൻഡ് റൈറ്റർ. പുള്ളിയാണ് റൈറ്റ് ചെയ്ത സാധനമാണ് ജോസഫ്, അതേപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ നമ്മുടെ മറ്റേ പടം വീഴ പൂഞ്ചിറ, അങ്ങനെ എന്തൊരു പടമുള്ളൂ, എല്ലാം പടമാണ് കേട്ടോ. ഈ സിനിമയും ഒരു പോലീസ് സ്റ്റോറിയാണ്. അഭിനയിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തൻ, റോഷൻ മാത്യൂസ്, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതിൽ ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യൂസ് ആണ് ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ളത്. ആൻഡ് ദേ വർ ഫാൻറ്റാസ്റ്റിക്. ആൻഡ് ദിസ് മൂവി ഈസ് എന്തോ പറയാനുള്ളൂ, ശരിക്കും ഒരു രണ്ട് പോലീസ് ഓഫീസറിൻ്റെ ആ ഒരു രാത്രിയിൽ നടന്ന സംഭവം നമ്മളിങ്ങനെ കാണുന്നു എന്നുള്ളൊരു ഫീലിംഗ് തന്നൊരു സിനിമ. ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്, മാസ് എലിവേഷൻ സാധനങ്ങളുണ്ട്, വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ. എസ്പെഷ്യലി നമുക്കൊരു ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ കാണുന്നത് പോലെ പല ആൾക്കാർ ഒരു സ്റ്റേഷനിൽ വരുന്നത് പോലെയാണെങ്കിൽ ഒരു രാത്രി നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസും അത് ഇവരെങ്ങനെ ടാക്കിൾ ചെയ്യുന്നതും അതിൽ ഇവരുടെ ക്യാരക്ടറൈസേഷൻ, ഓരോ ഈ രണ്ട് മനുഷ്യരും ആ ഒരു സിറ്റുവേഷനിൽ അവർ കടന്നു പോകുന്ന ഒരു ഇമോഷൻസും, മാൻ എന്തു രസമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ദ ക്ലൈമാക്സ് ഇസ് പ്രിറ്റി ഡാർക്ക് എന്നല്ല, ഒരു ആൻറ്റി ക്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിടിച്ചേക്കുന്നത്. ആൻഡ് കിടിലം പടം. ഇതെല്ലാവർക്കും വർക്കാവുന്നു അത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഐ എൻജോയ് ദിസ് മൂവി. ദിസ് വാസ് സോ ഗുഡ്. ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ക്രൂ. എസ്പെഷ്യലി സൗണ്ട് മിക്സിംഗ് ഒക്കെ, സൗണ്ട് മിക്സിംഗ്, മ്യൂസിക്, ആർട്ട്, ആ ഒരു ആംബിയൻസ് ഒക്കെ, അത് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ റോഡിൽ ആ ഒരു ആംബിയൻസ് ഉണ്ട്, ലിറ്ററലി നമുക്ക് ഫീൽ ചെയ്യണം. നമ്മളൊരു തേർഡ് പാർട്ടി നമ്മൾ നിന്നിട്ടൊരു പോലീസ് വണ്ടി പോകുന്നത് നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സറൗണ്ടിങ്ങും സൗണ്ട് മിക്സിങ് ആരാണെങ്കിലും ഗംഭീരം. അങ്ങനെ വളരെ ഒരു രസകരമായി എടുത്തേക്കുന്ന ഒരു സിനിമ. അനിൽ ജോൺസൺ ആണ് കമ്പോസർ, മനീഷ് മാധവൻ സിനിമാറ്റോഗ്രാഫർ, മംഗലത്ത് പ്രവീൺ എഡിറ്റർ, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അരുൺ അശോക്, തമ്പി ജോജു, സോനു KP, പ്രാകമ്പനം. ഓക്കെ, വിഷ്വൽ എഫക്ട്സ് ഞാൻ പറയില്ല, ഒരു ഗംഭീരം. അതായത് നിങ്ങൾക്കൊരു പോലീസ് സ്റ്റോറിയൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലൈവായിട്ടുള്ള ഈ പോലീസ് ചേസസും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് മൂവി വിൽ എൻ്റർടൈൻ യു ടു ദ നെക്സ്റ്റ് ലെവൽ. ആൻഡ് ആസ് എ സിനിമ ഗംഭീരം. ഞാൻ പറയില്ല, നല്ലൊരു സിനിമ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ആൻഡ് ഐ ലവ് ദിസ് മൂവി. ആൻഡ് ഷാഹി കബീറിൻ്റെ അടുത്ത സിനിമയ്ക്കും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യണ്ടേ, ഒന്നും പറയാനില്ല. ഞാൻ പറയില്ല, പുള്ളി ശരിക്കും പോലീസുകാരനോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അത് എങ്ങനെയാണെന്ന് പറയും, പോലീസ് മാനിപ്പുലേഷനും അതൊക്കെ എന്ത് രസമായിട്ടാണ് സിനിമ എടുത്തു വെച്ചേക്കണത്. കിടിലം പടം. ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് സെക്കൻഡ് പടം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. എന്തൊരു പേരട, എന്തിനട ഇങ്ങനെയൊക്കെ പേരിടണ? വല്ല മരണ വീടുന്നോ അങ്ങനെ വല്ല ഇട്ടുകൂടായിരുന്ന? ഇറ്റ് വർക്ക്സ് വിത്ത് ദ മൂവി. ഡയറക്ടർ എസ് വിപിൻ, റൈറ്റർ എസ് വിപിനാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കുറച്ച് പുതിയ പിള്ളേരൊക്കെയാണ് കേട്ടോ. അങ്കിത്തൊക്കെയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. വിപിൻ ദാസ് ആണ് പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസർ. അങ്കിത് മേനോൻ കമ്പോസർ, സിനിമാറ്റോഗ്രാഫർ റഹീം അബൂബക്കർ, എഡിറ്റർ ജോൺ കുട്ടി, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീഹരി BR, സാഹിൽ കണ്ടസാമി. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒന്നുമില്ല, പക്ഷേ മ്യൂസിക് വൈസ് കുറച്ച് കിടിലം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ജോമോൻ ജ്യോതിർ, അശ്വതി ചാന്ദ് കിഷോർ, അരുൺ കുമാർ, അത് പഴയ നമ്മുടെ നീല പൈതലേ, നോബി, അസീസ് നെടുമങ്ങാട്, അനശ്വര രാജൻ, ബൈജു സന്തോഷ്, മല്ലിക സുകുമാരൻ, സിജു സണ്ണി. ഇത്രയും പേര് മെയിനായിട്ട്. ഒരുപാട് പേരല്ലാതെ ഉണ്ട്. പക്ഷേ നല്ല രസം പടമായിരുന്നു കേട്ടോ. നല്ല ഒരു കോമഡി കിടിലം പടം. ഫസ്റ്റ് ഓഫ് ഓൾ തിരുവനന്തപുരം കൊല്ലംകാർക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സും സിറ്റുവേഷനും അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ പറയാം, നമുക്ക് ഭയങ്കര കണക്റ്റാവും ഈ പടം. ഭയങ്കര രസമാണ്, ഭയങ്കര രസമായിട്ടാണ്. പിന്നെ ജോമോൻ ജ്യോതിരൊക്കെ കുറച്ച് 2-3 പടങ്ങളായിട്ട് ഇത്തിരി ഓവർ പരിപാടി പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ പുള്ളിക്ക് കൊടുത്ത സാധനം വൃത്തിയായിട്ട് കൊടുത്തത്. ഇത് ഭയങ്കര ഒരു സിറ്റുവേഷണൽ സ്ലാപ്സ്റ്റിക് സാധനമാണ്, സ്ലാപ്സ്റ്റിക് കോമഡിയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് വർക്കായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ തമാശകളൊക്കെ ലാൻഡ് ചെയ്യേണ്ട അടുത്തൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്.
ഇറ്റ് വാസ് എ വെരി ഫൺ വാച്ച്. ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു പഴയ കാലത്ത് ഒരു പ്രിയദർശൻ്റെ ഒരു സിനിമ കാണുന്ന കിട്ടുന്ന ഒരു സാധനം. ഇപ്പോൾ ഡെത്ത് അറ്റ് ദ ഫ്യൂണറൽ എന്നൊക്കെ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ ഉണ്ട്. ആ സിനിമയൊക്കെ കാണുന്നവർക്കൊക്കെ ഇതൊരു സാധനം പെട്ടെന്ന് കണക്റ്റ് ആവും. വെരി നൈസ് മൂവി. ഞാൻ തറവായിട്ട് എൻജോയ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു തിയേറ്ററിൽ, വേറെ ഒരു മനുഷ്യരില്ലായിരുന്നു. ഞാൻ കുറേ സീനൊക്കെ ചിരിച്ചിട്ട് എൻ്റെ പൊന്നോ അയ്യോ ഇതിൽ ജോമോൻ്റെ ഒക്കെ ഒരു സാധനമുണ്ട്. അയ്യോ നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ സിനിമ പോയി കണ്ട് എൻജോയ് ചെയ്യുക. ഭയങ്കര സിമ്പിൾ കഥയാണ്. ഒരു മരണ വീടും അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ ഇൻസിഡൻസും അതിൽ ഉണ്ടാവുന്ന കുറേ രസകരമായിട്ടുള്ള തമാശകളും കൺഫ്യൂഷൻസും ചൊറിയും കണ്ടവരെയൊക്കെ ഇടപെടലും ഡയലോഗ് അടിയും. അവസാനം ഒരു സാധനമുണ്ട് ക്ലൈമാക്സ്. അയ്യോ അസീസ് നെടുമങ്ങാട് എടുത്തിട്ടുണ്ടല്ലേ, നമ്മുടെ വാഴ പോലെ തന്നെ. വാഴയുടെ ഒരു ടെംപ്ലേറ്റ് ഇല്ലേ, അതായത് ഫൺ ദെൻ എൻഡ് വിൽ ബി എ വെരി സീരിയസ് നോട്ട്. അതുപോലെ തന്നെ ഒരു ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു പടം ഫീൽ ചെയ്തത്. ഇറ്റ് വാസ് എ വെരി ഫൺ വാച്ച്. ഞാൻ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. ഞാൻ കുറേ ഞാനിങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ടൊക്കെ ചിരിച്ചായിരുന്നു. ഞാൻ ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ട്രിവാൻഡ്രംകാർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ പടം. ആൻഡ് നമ്മുടെ വീട്ടിലുള്ള ഈ അന്ധവിശ്വാസമുള്ള ടീമുകളൊക്കെ ഉണ്ടോ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഹൈലി റിലേറ്റബിൾ ആണ്. അത് റിലേറ്റ് ആവുന്നവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ക്ലിക്കാവും. അല്ലാത്തവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ഭയങ്കര ക്രിഞ്ചായിട്ടും ഓവർ ദ ടോപ്പായിട്ടൊക്കെ തോന്നും. അതേപോലെ പെർഫോമൻസസ് എല്ലാവരും നല്ലതാണ്. അസീസ് നെടുമങ്ങാടാണെങ്കിലും ജോബി ആണെങ്കിലും അനശ്വര വാസ് വെരി നൈസ്. പുള്ളിക്കാരിയും അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് എ വെരി ഫൺ വാച്ച്. ഐ ഫീൽ ദിസ് ഈസ് ലൈക്ക് ഇതിനൊരു ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല അടിവരയിട്ട് പറയാവുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയല്ല നിങ്ങളുടെ ഇഷ്ടം. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം. നിങ്ങളും ഈ 2 സിനിമകൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ ഡെഫിനറ്റ്ലി പറയുക. ആൻഡ് വേറൊരു കേസ് എനിക്ക് പറയാനുള്ളത്, കുറേ എണ്ണം ഇപ്പോൾ ട്വിറ്ററിൽ കിടന്ന് എന്നെ ഉണ്ടാക്കുന്നുണ്ട്. അവന്മാരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ വന്ന് പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ പെയ്ഡ് റിവ്യൂ എന്നൊക്കെ പറയുന്ന സമയത്ത് വിത്ത് എവിഡൻസ് വന്ന് പറയുക. വിത്ത് എവിഡൻസ് നീയൊക്കെ എന്നെ കയ്യോടെ പൊക്കി, അല്ലെങ്കിൽ നിനക്കൊക്കെ അറിയാം അവനും മറ്റവൻ കാശ് കൊടുത്ത് എനിക്കറിയാം എന്നുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ആ എവിഡൻസ് നിങ്ങൾ പുറത്ത് വിടുക. ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ ചാനൽ മാത്രമല്ല, എൻ്റെ കോൾമി ഷസാം ടെക്ക്, എൻ്റെ അൽഷസാം എന്ന് പറഞ്ഞ വ്ളോഗിങ് ചാനൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ എന്നേക്കുമായി ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തും. അതാണ് എൻ്റെ കോൺഫിഡൻസ്. എനിക്ക് സിനിമ റിവ്യൂ പൈസ മേടിച്ച് ഉണ്ടാക്കാനുള്ള ഗതികേട് നിനക്കൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്കില്ല കേട്ടാ. നീയൊക്കെ മറ്റേ ഒരു സിനിമയുടെ ഫ്രണ്ടിലും ലൈഫ് ഓഫ് ഷസാമിന് നന്ദി എന്ന് എഴുതി കാണിക്കണം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഒരുപാട് ട്രോൾ പേജസിനൊക്കെ ഇന്ന് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ട്രോൾ പേജസിൻ്റെ അണ്ടറിൽ കുറേ മണ്ണുണ്ണികളുണ്ട്. അവന്മാരാണ് വന്നിരുന്ന് ഈ പണി ചെയ്യണത്. നിനക്കൊക്കെ എനിക്ക് അറിയണമെന്നാണ് വിചാരിച്ചോണ്ട് മോനെ, ഈ പരിപാടി ഈ 2 വർഷം ഞാൻ ചിരയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട് സിനിമ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. എനിക്കറിയാം അവിടെ എന്തിനാണ് നടക്കണതെന്ന്. PR ഇല്ലാത്ത സിനിമയുടെ PR വെച്ച് ഹിറ്റായ സിനിമകളൊന്നും നിനക്ക് അറിഞ്ഞൂടെ? നിനക്കൊക്കെ ലിസ്റ്റ് നീ പറഞ്ഞു തരണോ? എന്നെ കൊണ്ടൊന്നും വാർപ്പിക്കല്ലേ. ഞാൻ മര്യാദയാണെങ്കിൽ വളരെ മര്യാദയാണ്. ഞാൻ ചൊറിയാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അറിയും. ഞാൻ ഒരുത്തന്മാരെയും നടൻ്റെ ഫോട്ടോ ഇട്ടല്ല ഞാൻ ഇവിടെ ചാനൽ ഉണ്ടാക്കണത് കേട്ടാ. നീയൊക്കെ പറയണതാണ് സത്യം എന്ന് അയ്യോ പറയല്ലേ അണ്ണാ, നമുക്കും അറിയാടെ കുറേ കാര്യങ്ങൾ. ഇവിടെയൊക്കെ ഈ പറയണ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തെടുത്തനാണടേ എനിക്കറിയാം. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. എനിക്കൊക്കെ അറിയാം എവിടെയൊക്കെ എന്തിനാണ് നടക്കണതെന്ന്. അതുകൊണ്ട് നടത്തിക്കോ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷേ ഇങ്ങോട്ട് കയറി ചൊറിയല്ലേ. അതുകൊണ്ട് ഇനി വന്ന് പെയ്ഡ് എന്ന് പറയണവന്മാരടുത്ത് വിത്ത് പ്രൂഫ് ഞാൻ പറയും, നിങ്ങിയൊക്കെ പ്രൂഫായിട്ട് കൊണ്ടുപോവാ. ഈ ചാനൽ പെയ്ഡായിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യണമെന്ന് നിർത്തും ഞാൻ. ഈ ചാനൽ മാത്രമല്ല എല്ലാം കൊണ്ടുപോകും. എന്നെ കാണൂല നീയൊന്നും. അതാണ് എൻ്റെ ചലഞ്ച്. കണ്ടുപിടിക്കണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നിനക്ക് അതോറിറ്റി ആയിട്ട് വല്ല പെർമിഷൻ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ട് നോക്കണം. നോക്ക്, ഏതെങ്കിലും ഫിലിം കമ്പനിയാ PR കമ്പനിയാ എനിക്ക് പൈസ തരണമെന്ന് നോക്കടാ. ഞാൻ റെഡി. പെർമിഷനും കൊണ്ടുപോവാ. എൻ്റെ ബാങ്ക് അക്കൗണ്ട് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. കയറി നോക്ക്. 2 എണ്ണേ ഉള്ളൂ എനിക്ക്, കോട്ടയ്ക്കിലും കാനറയിലും. പോയി നോക്ക്. എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കാണാം അപ്പം കേട്ടാ.